സോ മനുഷ്യൻ്റെ ഗവർണൻസ് മലയാളം എങ്ങനെയാണ് അതിൻ്റെ ഹ്യൂമൻ ഗവർണൻസിന് മലയാളം മനുഷ്യൻ്റെ ഭരണം, മനുഷ്യഭരണം. മനുഷ്യഭരണത്തിൻ്റെ യുഗത്തിൽ അതിൽ ലാസ്റ്റിൽ എന്തുവാ ദൈവം ഭാഷ കലക്കി. അപ്പം ഇനി അടുത്ത യുഗം തുടങ്ങുമ്പോൾ ഇറ്റ്സ് ദ ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ്. സോ ഇനി ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ് തുടങ്ങുമ്പോൾ വാഗ്ദാന യുഗം, ദാറ്റ്സ് നമ്പർ 4. ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ് തുടങ്ങുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെ, ദൈവം ഓരോ കാര്യങ്ങൾ എങ്ങനെ ക്രമം അനുസരിച്ച് ചെയ്യുന്നത്. ഇനി ഇതുവരെ ദൈവം മനുഷ്യൻ ഇൻ ജനറൽ, മാൻ ആസ് എ ഹോൾ ഹി വാസ് ഡീലിങ്. ഇനിയിപ്പം ദൈവം എന്താ ചെയ്യുന്നത്? ഒരു വ്യക്തിയെ വിളിക്കുക. ഊരി താമസിക്കുന്ന അബ്രഹാമിനെ വിളിച്ച് ആ ഒരു വ്യക്തി മുഖാന്തരം ഇനിയിപ്പോൾ നോക്കുമ്പോൾ വൺ മാൻ എബ്രഹാം, ഒരു മനുഷ്യൻ മുഖാന്തരം എന്തോ വരും? വൺ ഫാമിലി, ഒരു കുടുംബം. ആ ഒരു കുടുംബം മുഖാന്തരം എന്തുവാ? ഒരു നേഷൻ. ദിസ് ഇസ് ഹൗ ഗോഡ് ഈസ് ഗോയിങ് ടു വർക്ക്. ഇത് ദൈവത്തിൻ്റെ പദ്ധതികൾ മാറുകയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ രീതി. ദൈവത്തിന് പ്ലാൻ എ ബി സി പറഞ്ഞ് പ്ലാൻസ് ഇല്ല, ഒറ്റ പ്ലാൻ ആദ്യം തൊട്ടേ. സോ ആ പ്ലാനിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇനി ദൈവം മനുഷ്യന് നടക്കാൻ കഴിയുന്നില്ലല്ലോ. ഏതാൻ തൊട്ടത്തി എന്തോ പറഞ്ഞു? ഞാൻ സ്വയമേ തീരുമാനിച്ചോളാൻ നന്മ ഏതാ തിന്മ ഏതാ. പക്ഷെ അവൻ തന്നെ തീരുമാനിക്കുമ്പോൾ തെറ്റ് ചെയ്തവന് ശിക്ഷിക്കണം. ദൈവം കൊടുത്ത പ്രമാണമാണെങ്കിൽ അവൻ അത് അനുസരിക്കാൻ കഴിയുന്നില്ലല്ലോ. സോ ഇനിയിപ്പം ഇനി നെക്സ്റ്റ് സ്റ്റേജ് ദൈവം ഒരു മനുഷ്യനെ വിളിക്കുക. എവിടെ താമസിക്കുന്ന ആളാ? ഊറി താമസിക്കുന്ന വ്യക്തിയെ അവിടെ താഴെ ഊറിന്ന് വിളിച്ച് എവിടെ കൊണ്ടുവന്നു? ഹാരാനിൽ നിന്ന് എങ്ങോട്ട്? കനാനി കൊണ്ടുവരുമ്പോൾ. സോ അവനെ ഇനി കൊണ്ടുവരുമ്പോൾ വായിച്ച് അപ്പോസ്തല പ്രവൃത്തി 7-ാമത്തെ അധ്യായം ആക്ട് 7. ഇത് നമ്മൾ മുമ്പേ ധ്യാനിച്ച വിഷയമായതാണ്. ഞാൻ ജസ്റ്റ് മേളിൽ നിന്ന് ബ്രീഫ്ലി ടച്ച് ചെയ്ത് പോവുക. ആക്ട്സ് 7 verse 2 and 3. The call of Abraham. സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾക്കുകയും നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം അവന് പ്രത്യക്ഷനായി നിന്റെ ദേശത്തെയും നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ദേശം വിട്ടു. സോ ഇനിയിപ്പം ദൈവം ഒരു വ്യക്തിയെ വിളിച്ച് എങ്ങോട്ട് കൊണ്ടുപോവുക? ദൈവം കാണിച്ചു തരണേ, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് നീ എന്താ ചെയ്യണം? പോകണം. അത് കഴിഞ്ഞിട്ട് ഉൽപ്പത്തി 12-ാമത്തെ അധ്യായം 1 മുതൽ വായിച്ചേ. ജെനസിസ് 12:1 onwards. ദൈവം എങ്ങനെ അവിടെ നിന്ന് വിളിച്ചു, എന്തേൻ ഹാരാനി വന്ന് അബ്രഹാം പാർത്തു, അതെല്ലാം നമ്മൾ മുമ്പ് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങൾ ഇനിയിപ്പം ടച്ച് ചെയ്യുന്നില്ല. അരുളി ചെയ്യുന്നത് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇവിടെ നമ്മൾ എബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത്. സീ ലുക്ക് അറ്റ് ദ പ്രോമിസ്. ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ ഐ വിൽ മേക്ക് ഓഫ് ദി എ ഗ്രേറ്റ് നേഷൻ. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ നാമം വലിയത് ആക്കും. മൂന്നാമത് നീ ഒരു അനുഗ്രഹമായിരിക്കും. Then 3, I will bless them that bless thee and curse him that curse thee. So ഇത് 3 നോക്കുമ്പോൾ I will, I may അല്ല, I will do it. See, can you understand the authority with which God talks? ഞാൻ ചെയ്യും. ഇത് വാഗ്ദാനമാണ്. സോ ദൈവത്തിന് ഉറപ്പുണ്ടോ ചെയ്യുന്നു? കഴിയുമോ? And in thee shall all families of the earth be blessed. അബ്രഹാം ഊരിൽ നിന്ന് തിരിക്കുമ്പോൾ
പിന്നെ ഹാരാനി വന്ന് പാർത്തു. ഹാരാനിൽ നിന്ന് ദൈവം അവനെ വിളിച്ച് എവിടെ കൊണ്ടുവന്നു? കനാനിൽ ദൈവം കൊണ്ടുവരിക. ബട്ട് ഇവിടെ ഈ യുഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതുവരെ വാഗ്ദാനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനിയും ആ ദൈവം എന്തോ കൊടുക്കുന്നത്? ഇറ്റ്സ് എ പ്രോമിസ്. മനസാക്ഷി നിഷ്കളങ്ക യുഗത്തിൽ വാഗ്ദാനമല്ല, കണ്ടീഷൻ. മനസാക്ഷി യുഗത്തിലും പ്രോമിസ് ഇല്ല. ഹ്യൂമൻ ഗവർണൻസിലും എന്തോ ഇല്ല, പ്രോമിസ് ഇല്ല. ഇനിയും ദൈവം എന്തോ ചെയ്യുക? ഈ മനുഷ്യൻ ഇതെല്ലാം കൊടുത്തിട്ട് നടക്കാൻ കഴിയുന്നില്ലല്ലോ. ദൈവം ഇവന് വാഗ്ദാനങ്ങൾ കൊടുക്കുക. സോ വാഗ്ദാനം ആകുമ്പോൾ ഇറ്റ്സ് സോ ക്ലിയർ. പക്ഷെ എന്നാലും മനുഷ്യൻ എന്തോ ചെയ്യാൻ കഴിയുന്നില്ല. ഈ യുഗം എവിടെ നിന്ന് തുടങ്ങി? അബ്രഹാമിൻ്റെ വിളി തൊട്ട് സീനായി മല വരെയുള്ളതാ ഈ ഡിസ്പെൻസേഷൻ, പ്രമാണം കൊടുക്കുന്നവരെ. ഒരു നീണ്ട കാലം. ഈ കാലത്തിൽ വന്ന ആൾക്കാരാ അബ്രഹാം, ഇസാക്ക്, യാക്കൂബ്, പിന്നെ യോസഫ്, മോശയും ഈ യുഗത്തിലുള്ള ആളാണ്. പക്ഷെ എങ്ങോട്ടും എൻ്റർ ചെയ്തു? പ്രമാണത്തിൻ്റെ യുഗം ഉണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി മുഖാന്തരം, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ട്രീ, അബ്രഹാം മുഖാന്തരം ആര് വന്നു? ഇസാക്ക്. ഇസാക്ക് കഴിഞ്ഞ് യാക്കോബ് കഴിഞ്ഞ് 12. ദൈവം വാഗ്ദാനം കൊടുത്തെങ്കിലും ഇവർക്ക് നടക്കാൻ കഴിയുന്നുണ്ടോ? അബ്രഹാം വരെ നടക്കാൻ കഴിയുന്നില്ലല്ലോ. വിശ്വാസികളുടെ പിതാവ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വാഗ്ദാനം കൊടുത്ത് കനാനി കൊണ്ടുവന്നിട്ടും അവിടെ ഒരു ക്ഷാമം വന്നപ്പം വാഗ്ദാനം ഉള്ള വ്യക്തി, അവിടെ നമ്മൾ വാഗ്ദാനം ഉള്ള വ്യക്തി ഇങ്ങോട്ട് പോവുക, മിസ്രൈമിലേക്ക് പോയി. വാഗ്ദാനം കിട്ടിയ വ്യക്തി സ്വന്തം ഭാര്യയെ ഫറോന് കൊടുക്കുക. തിരിച്ചു വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ വാഗ്ദാനം കിട്ടിയ അബ്രഹാമിന്റെ സന്തതി ഈസാക്കും ഭാര്യയുടെ വിഷയത്തിൽ അബിമലേക്കിനോട് എന്തോ പറഞ്ഞു? എൻ്റെ സഹോദരി. അത് കഴിഞ്ഞിട്ട് വാഗ്ദാനമുള്ള യാക്കോബ്, ഇസാക്കിന് വാഗ്ദാനം ഉണ്ടല്ലോ. പക്ഷെ ആ വാഗ്ദാനം ആരെ അനുഗ്രഹിക്കും ദൈവം പറഞ്ഞിട്ടുണ്ട്? യാക്കോബിനെ. പക്ഷെ ഇസാക്ക് എന്തോ ചെയ്യുന്നത്? യാക്കോബിന് വാഗ്ദാനം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നല്ല മാംസം പ്രിപ്പയർ ചെയ്യുന്ന ഏസാവിന് അനുഗ്രഹിക്കാൻ വേണ്ടി പോവുക. സോ മനുഷ്യന്റെ സ്ഥിതി ഒന്ന് കാണാം. വാഗ്ദാനം ഉണ്ടെങ്കിലും ഇവനെന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നടക്കാൻ കഴിയുന്നില്ല. മനസാക്ഷി ഉണ്ടെങ്കിലും നിഷ്കളങ്ക യുഗത്തിൽ നടക്കാൻ കഴിഞ്ഞില്ല. മനസാക്ഷി ഉണ്ടെങ്കിലും നടക്കാൻ കഴിയുന്നില്ല. സെൽഫ് ഗവർണൻസ് ഉണ്ടെങ്കിലും നടക്കാൻ കഴിയുന്നില്ല. വാഗ്ദാനങ്ങൾ കൊടുത്താലും നടക്കാൻ ഇവനെ കൊണ്ട് കഴിയുന്നില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്തോ ഇറങ്ങിയത്? ഞാൻ തന്നെ ആയിരിക്കും നടക്കുന്നത്. സോ ദൈവം ഇതെല്ലാം യുഗങ്ങൾ തരുന്നത് എന്തിനു വേണ്ടി? സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു കനോട്ട് ബിക്കം ദ ക്രിയേറ്റർ. നിനക്ക് സൃഷ്ടിതാവാകാൻ പറ്റത്തില്ല. നിനക്ക് എപ്പോഴും ഈ സൃഷ്ടിതാവുമായിട്ടുള്ള ഡിപ്പെൻഡൻസ് എപ്പോഴും നീ മനസ്സിലാക്കിക്കോണം. അന്നേരം നമുക്കൊരു ഈ ദൈവത്തിന് കുശുമ്പുള്ളവനാണല്ലോ. കുശുമ്പല്ല, ദൈവം തന്നെ ഇല്ല മനുഷ്യനെ ഉണ്ടാക്കി. നമ്മൾ സ്വയമേ ആരും വന്നതല്ലല്ലോ. ഒരുത്തനേ ഉള്ളൂ സ്വയമേ വന്നത്. ഹു ഈസ് ഹി? ഞാനാകുന്നു. വി ഓൾ owe our dependence on whom? We owe our dependence on whom? God. None of us have come on our own. But the problem is, we want to think that I am the one. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ എവല്യൂഷൻ തിയറി പറഞ്ഞു വരുന്നത്. അതും മനുഷ്യൻ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരിക. അവൻ പറഞ്ഞത് ഞങ്ങളെ ആരും സൃഷ്ടിച്ചതല്ല, ഇതെല്ലാം ബൈ ചാൻസ് വന്നു പോയതാ. അതെന്തിനു വന്നു അതെനിക്ക് ഞങ്ങളോട് ചോദിക്കല്ലേ. പക്ഷെ ഇതെല്ലാം അതിന് അവർ എത്ര നമ്മുടെ മിഷണറിമാർക്ക് എത്ര സീലുണ്ട്, അതുപോലത്തെ തീഷ്ണതയായി ഇവർക്കും എന്തൊക്കെ അവർ പറയുന്നുണ്ട്. സോ അവിടെ വരുന്നതിന്റെ കാരണം മനുഷ്യന്റെ അകത്തുള്ള ചിന്ത എന്തുവാ? പാപം കാരണം എന്തുവാ? എനിക്കൊരു സൃഷ്ടിതാവ് ഉണ്ടെന്ന് എനിക്ക് സ്വീകരിക്കാൻ കഴിയത്തില്ല. സോ ഇവിടെ യാക്കോബിന്റെ നോക്കിക്കേ. അത് കഴിഞ്ഞിട്ട് ഫൈനലി യോസേഫിന് വാഗ്ദാനം ഉണ്ടല്ലോ. എന്നിട്ട് സഹോദരന്മാർ ആ വാഗ്ദാനം സ്വീകരിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ടില്ലേ സ്വന്തം സഹോദരനെ എന്തോ ചെയ്തേ? വിറ്റ് കളഞ്ഞ്. തക്ക സമയത്ത് ദൈവം എന്തോ ചെയ്തു? യോസേഫ് മുഖാന്തരം വാഗ്ദാനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്ക സമയത്ത് വാഗ്ദാനങ്ങൾ ദൈവം ഉണ്ടല്ലോ. ദാറ്റ്സ് ഹൗ ഫെയ്ത്ത്ഫുൾ ഗോഡ് ഈസ്. അങ്ങനെയാണെങ്കിൽ
എൻ്റെ കയ്യിൽ വാഗ്ദാനങ്ങളുണ്ടല്ലോ. പക്ഷെ എൻ്റെ ജീവിതം അബ്രഹാമിനെക്കാട്ടും കഷ്ടമാണല്ലോ അല്ലേ? പാട്ടും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിട്ടും ഇതെനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആരാധിക്കാൻ പോകുന്നത്? പിന്നെ എന്ത് സ്തോത്രാഴ്ചയും ദശാംശം കൊടുക്കുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പോലും നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എനിക്ക് സാധാരണ വാഗ്ദാനങ്ങൾ പോലും വിശ്വസിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. സി യോസെഫ്, ഇത് നമ്മൾ നോക്കുക, തീത്തോസ് 1:2. ഹൗ ക്യാൻ ഗോഡ് ബി ട്രസ്റ്റഡ്? ടൈറ്റസ് 1:2. ടൈറ്റസ് 1:2. ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി തന്റെ വൃദ്ധന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിന്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനുമായ തീത്തോസ് 1:2. ഒന്നുകൂടെ 1:2 മാത്രം വായിച്ചേ ഒന്നുകൂടെ. തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം. അത് ഭോഷ്കില്ലാത്ത ദൈവം അങ്ങനെ മലയാളത്തിൽ എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻ ഹോപ്പ് ഓഫ് ഇറ്റർണൽ ലൈഫ് വിച്ച് ഗോഡ് ഹു കനോട്ട് ലൈ. ഭോഷ്ക് പറയാത്ത ദൈവം, അല്ലെങ്കിൽ ഭോഷ്ക് പറയാൻ കഴിയാത്ത ദൈവം. നമ്പർ 2, എബ്രായർ 6:18, ഹീബ്രു 6:18. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. That by 2 immutable things in which it was impossible for God to lie. മനസ്സിലാകുന്നുണ്ടോ? ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ. മൂന്നാമത് സംഖ്യാപുസ്തകം 23:19, Numbers 23:19. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ, താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? God is not a man that he should lie, neither the son of man that he should repent. Hath he said, and shall he not do it? Or hath he spoken, and shall he not make it good? But is the Bible clear? Yes. He cannot lie. He is not man that he should repent. അല്ല, നാളെ എന്നെ ക്ഷമിക്കണം, എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് നമ്മുടെ ദൈവം എല്ലാം പറയുമോ? Can you think? He has never said it. Next, Joshua 23:14. Joshua 23:14. ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധമായിരിക്കുന്നു. And behold, this day I am going the way of all the earth, and ye know in all your hearts and in all your souls that not one thing hath failed of all the good things which the Lord your God spoke concerning you. All are come to pass unto you, and not one thing that hath failed thereof. Is it clear? Yes. നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ടോ? Yes or no? Yes. But still look at me. See, എനിക്ക് ഇത്രയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഒരു പ്രാവശ്യം പോലും കള്ളം പറഞ്ഞിട്ടില്ല. അതിന് കള്ളം പറയാൻ കഴിയത്തില്ല. പറഞ്ഞതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ കള്ളം പറയുന്നവനെ, നമ്മളെ കവളിപ്പിക്കുന്നവനെ, ഇവനെ കൂടുതൽ വിശ്വാസമാണ്. പക്ഷെ കള്ളം പറയാൻ കഴിയാത്ത ദൈവത്തിൽ എന്തോ ഇല്ല. Can you look at my own condition? അവിടെ നമ്മൾ ഈ വചനം പഠിക്കുന്നത് മറ്റവരെ നോക്കാനല്ല, എന്നെ തന്നെ നോക്കുക. ഈ മനുഷ്യൻ, ഞാൻ വേറെ ആരാണെങ്കിലും I'll just say, yeah, I'll just trust you. We trust anyone.
അവർ ഭോഷ്ക് പറയും, അവർ പറഞ്ഞത് അവർക്ക് ചെയ്യാൻ പോലും കഴിയത്തില്ല. ഞാൻ അവരെ വിശ്വസിക്കും. പക്ഷെ എഴുതി എൻ്റെ കൈ തന്ന് എന്തോ എഴുതി തന്ന ദൈവത്തിന് വ്യാജം പറയാൻ കഴിയത്തില്ല. പറഞ്ഞതൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും can you look at my condition? Then Romans 4:21, റോമർ 4:21. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായി ഉറച്ചു. And being fully persuaded that what he had promised he was able also to perform. അബ്രഹാം അവിടെ വായിച്ച എബ്രായർ 11:11, ഹീബ്രൂസ് 11:11. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിൽ ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവനും മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. സാറയ്ക്ക് ബലം എവിടെ നിന്ന് കിട്ടി? ആരാണ്ട് പറയുന്നുണ്ടായിരുന്നല്ലോ, ആ അച്ചായൻ വന്ന് ദൂതന് ആഹാരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആട്ട കുഴച്ചപ്പോഴാ നമ്മുടെ അച്ചായൻ എന്തോ കിട്ടിയത്, അല്ല അമ്മാമ്മയ്ക്ക് ബലം കിട്ടിയത്. വചനം പറയുന്നത് ആ വാഗ്ദാനത്തിലുള്ള ആ ബലം നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തോ ആണെങ്കിലും, let it be anything, I have to just accept. ഞാൻ സ്വീകരിക്കേണ്ടത് വാഗ്ദാനം തന്നിട്ടുണ്ട്, അതൊന്ന് സ്വീകരിച്ചാൽ ആ നിമിഷം തന്നെ ഞാൻ ബലവാനാകുമോ? നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ, കർത്താവെ നീ എനിക്ക് ബലം തരാൻ. എവിടെ എഴുതിയിരിക്കുന്ന ബലം തരുന്ന്? അവനാ നമ്മുടെ ബലം. Is it true? It is God who is my strength. പക്ഷെ നമ്മൾ പറയുന്ന കർത്താവെ നീ എനിക്ക് എന്തോ താ, നീ ബലം താ. വചന Ephesians chapter 6 അതിന്റെ 10ാമത്തെ വാക്യം. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും. എഫേസ്യർ 6:10. Finally, my brethren, be strong in the Lord and in the power of His might. Be strong in the Lord. It's not saying that He will give you strength. The Lord is my strength. That's what the scripture says. മലയാളത്തിൽ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പക്ഷെ നമ്മൾ പറയുന്ന ആരാധനയിലാ ശക്തി, ഇല്ലേ? വചനം പറയുന്നത് എന്തുവാ? കർത്താവിലും അമിത ബലത്തില്. സാറ അമ്മച്ചിക്ക് ആ പ്രായത്തില്, at the age of 90, how did a woman who has no strength get the strength to bring forth a child? Simple. She had faith in God who had promised. നമ്മുടെ ശരീരത്തിൽ സാധാരണ നമ്മളൊക്കെ അയ്യോ അയ്യോ പറഞ്ഞുകൊണ്ട് പോകുന്നു, ഇല്ലേ? ഒരു ചെറിയ അസുഖം വരുമ്പോഴേ നമ്മളുടെ മുഖം കണ്ടാൽ നമ്മളെന്ത് പറയുന്നത്? ഒക്കത്തില്ലെന്നേ. സാധാരണ ഒരു വിഷയം വരുമ്പോഴേ ലുക്ക, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ആ പിക്ചർ ഒന്നുകൂടെ കാണിക്കാം. ഇതില്ലേ സാധാരണ മനുഷ്യൻ, അവൻ്റെ കപ്പാസിറ്റി കേറുന്നുണ്ടോ? ഇവർക്ക് പ്രയാസമുണ്ടോ? ഇവർക്ക് പ്രയാസമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്രാവശ്യം ഇല്ല എങ്ങാണ്ട് എത്ര പേര് ഇപ്പം ഈ കഴിഞ്ഞ വർഷം മരിച്ചത്? Don't they have any problems? They have. Do they pray? What are they doing? They are facing the problems as challenges. They accept it and they. നമ്മളെ ഒന്ന് നോക്കി, നമുക്കൊരു ചെറിയ ഇഷ്യൂ വരുമ്പോഴേ നമ്മൾ എന്തോ ചെയ്യും? പ്രാർത്ഥിക്കും, കർത്താവെ ആ പ്രശ്നം ഒന്ന് എന്തോ ചെയ്യാനാ, മാറണം. അതുകൊണ്ട് വല്ലതും കേട്ടോണ്ട് ബ്രിഡ്ജുണ്ടോ, പാലമുണ്ടോ? ഇവിടെ നിന്ന് ഏണി വരെ എടുത്തോണ്ടാ പോകുന്നത്. അവിടെ പാലമൊന്നുമില്ല, ഏണി ചുമ്മിക്കൊണ്ട് പോയി അവൻ്റെ തന്നെ ഏണിയിൽ ഇങ്ങനെ നടന്ന് നിങ്ങൾക്ക് വട്ടാന്നോ? നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നും ഇല്ലയോ?
And so many die. It's so hard. You want to do this? ഇപ്പോൾ ഉള്ളത് തന്നെ നമുക്ക് വലിയ കഷ്ടമാണ് അല്ലേ? നമുക്ക് ചെറിയ ഇപ്പം ഞാൻ തന്നെ പറയാം, ഞാൻ ഈ പ്ലെയിനിൽ എത്ര യാത്ര ചെയ്യുമ്പോൾ കർത്താവ് പ്ലെയിനേലാണ് പോകുന്നത്. ഷിപ്പ് വല്ലതും ആയിരുന്നെങ്കിൽ എന്തുമായിരുന്നു? പ്ലെയിനേലായപ്പോഴേ എൻ്റെ കരച്ചിൽ ഇത്രയാണ്. ഇപ്പം കപ്പലേ കയറി ഇന്ത്യ വല്ലതും പോകാനായിരുന്നെങ്കിൽ എന്തുമായിരുന്നു എൻ്റെ സ്ഥിതി? എത്ര നമുക്ക് പ്രിവിലേജ് കിട്ടുന്നുണ്ടോ, the more we are becoming lazy and lazy. ഇന്ത്യയിൽ പിന്നെയെങ്കിലും തൂക്കാൻ ചൂലെടുത്ത് തൂക്കണം. ഇവിടെ ആണെങ്കിൽ ഒരു ബ്ലോവറാണ് വെച്ചേക്കുന്നത്. ഷൂ പറഞ്ഞുകൊണ്ട് അടിച്ചാൽ മതി, അവിടെ വരെ പോകണ്ട, ഇവിടെ നിന്നോണ്ട് അവിടെ വരെ തൂക്കാം. അത്ര എന്തുമായി? മടിയനും ആയി. നമ്മൾ പറഞ്ഞ കർത്താവെ ഇങ്ങനെ ബട്ടൺ ഞെക്കി ഓട്ടോമാറ്റിക് എല്ലാം നടക്കുകയായിരുന്നെങ്കിൽ എത്ര നല്ല. ഇപ്പം ഞാൻ രോഗശാന്തി പറഞ്ഞ് വലിയൊരു പ്രവർത്തനം തുടങ്ങിയാൽ, കൈ വെച്ചാൽ രോഗികളെല്ലാം സൗഖ്യമാകാൻ തുടങ്ങി, ഇവിടെ ആൾ കൂടുമോ? പ്രവാചകനായാൽ മതി. മോനെ മോളെ നിന്റെ പ്രശ്നം ഞാൻ കണ്ടു, പേര് പറഞ്ഞങ്ങ് പറയാൻ തുടങ്ങിയാൽ മതി. ലോകം എന്തോ ചെയ്യും? ന്യൂസ് പേപ്പറിലൊന്നും അടിക്കേണ്ട, ആൾക്കാർ ഇവിടെ എത്തും. വി ഡോണ്ട് വാണ്ട് ടു ഫേസ് ചാലഞ്ചസ്, ബട്ട് ലൈഫ് ഈസ് ഫുൾ ഓഫ്. ഇവർക്ക് വല്ല പ്രോമിസ് ഉണ്ടോ? പോകാൻ നേരത്തെ മരിക്കുകയും ചെയ്യും. ഡെഡ് ബോഡി തിരിച്ച് കൊണ്ടുവരാനും പറ്റത്തില്ല. അതുകൊണ്ട് ചുറ്റികയും എല്ലാം വെച്ചോണ്ട് അങ്ങ് കയറി പോവുക, ഓക്സിജനും എടുത്തുകൊണ്ട് ഗ്ലാസും വെച്ചോണ്ട്. ഇത് വല്ല പട്ട് കേസാണോ? അതുകൊണ്ട് പോവുക. അതുകൊണ്ടാണ് ഇവരൊക്കെ നമ്മളെ നോക്കി പറയുന്നത്, ഈ ദൈവത്തെ വിളിക്കുന്നവരാരാ? For them God is a crutch, you don't know how to walk. സത്യമില്ലേ? നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് എപ്പോഴും ആരെ വിളിച്ചോണ്ടിരിക്കും? ദൈവത്തെ വിളിച്ചോണ്ടിരിക്കും. എന്തൻ പോകുന്ന വഴിക്ക് ഇതൊരു കനേഡിയനാ ചത്ത കിടക്കുന്നത്, അവൻ്റെ ശവം അവിടെ കിടക്കുക, അതുകൊണ്ട് ഫ്രീസ് ആയതാ. എന്നിട്ട് ഇവരെ കണ്ടിട്ടും ആൾക്കാർ എന്തോ ചെയ്യാ? They're growing. അവിടെ മേളിൽ കയറണം. എൻ്റെ ലക്ഷ്യം വേണ്ട കണ്ടോ, ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഫൈനലി എത്തി. അവനൊരു തൃപ്തി. മേളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുക, എത്തി. ഇവർക്ക് നിത്യതയില്ല, നമുക്കോ? സോ ഞാൻ പറഞ്ഞ ഇത് മനുഷ്യന് ഇത്രയും കപ്പാസിറ്റി ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മുമ്പേ തന്നെ എൻ്റെ ഐ ഡോണ്ട് വാണ്ട് ടു ഫേസ് പ്രോബ്ലംസ്. That's the reason a small issue comes, I give up. ഇത് ലോകത്തിലെ മനുഷ്യൻ, സാധാരണ ലോകത്തിലെ മനുഷ്യൻ. ഇനിയിപ്പോൾ ആത്മീയനെ നോക്കിയാൽ ഈ സാധാരണ ബലത്തിൻ്റെ കൂടെ വേറെ എന്തുകൊണ്ട്? പ്രോമിസസും ഉണ്ടോ? ഇവനെക്കാട്ടും കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇത് ബേസിക്. ദൈവത്തെ വിളിക്കാത്തവന് ഇവൻ ശരീരത്തിൽ ആരോഗ്യമുള്ളതുകൊണ്ടാൽ. പെണ്ണുങ്ങളും ഉണ്ടോ? എവറസ്റ്റ് കയറി പെണ്ണുങ്ങളും ഉണ്ടോ? പെണ്ണുങ്ങൾക്ക് വരെ കയറാം. ഇത് ബേസിക്. പറഞ്ഞു വരുന്ന വിഷയം മനസ്സിലാകും. ദിസ് ഈസ് വാട്ട് എ മാൻ ക്യാൻ ഡു വിത്തൗട്ട് എനി ഹെൽപ്പ് ഫ്രം ഗോഡ് ഇഫ് ഹി ഹാസ് ദ മൈൻഡ് സെറ്റ് റൈറ്റ്. സോ ഈ ശരീരത്തിന്റെ ആരോഗ്യമല്ല, മനസ്സിന്റെ കട്ടിയാ വിഷയം. ഇത് സാധാരണ മനുഷ്യൻ അത്ര ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വാസികൾ, നമ്മുടെ കൂടെ ദൈവമുണ്ട്. ദൈവത്തിന് എന്തോ തന്നിട്ടുണ്ട്? പ്രോമിസസും തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്തോ ചെയ്യാൻ കഴിയുന്നില്ല. അതിൻ്റെ കൂടെ വേറെ ഒരു പടം കൂടെ കാണിക്കും. ഈ അമ്മമ്മയെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? രണ്ട് കൈയില്ല. Have you seen this? No? She has no hands. പക്ഷെ എന്തുവാ? നൻചാക്കു. You don't need hands to swim. You don't need hands to drive. നമുക്ക് വല്ല ഇങ്ങനെ ആയിരുന്നെങ്കിലോ? നിങ്ങളുടെ ആരിസോണക്കാരത്തിയാ ഇത്? That's your college?
holder of a degree in psychology from the University of Arizona. നിങ്ങളുടെ പട്ടണക്കാരിയെ അതുകൊണ്ട് കാലുകൊണ്ട് എഴുതും, മുടിയും ചെയ്യും, ഐബ്രോ ഉണ്ടാക്കും, കണ്ണിൻ്റെ അകത്ത് കോണ്ടാക്ട് ലെൻസ് വരെ ഇടും. You and I, will you be able to do it? We can, but we won't. ഇനിയിപ്പം വീട്ടിൽ ചെന്ന് കാലുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കണ്ട. These are her parents. And she is the first person in history who has the license to fly a plane without അമേരിക്ക ഇവർക്ക് ലൈസൻസ് എങ്ങനെ കൊടുത്തുന്നേ? ഒരു പ്ലെയിന് പറക്കുക. നമുക്ക് കയ്യിലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. ഇവർ പ്ലെയിന് മേളിൽ കയറി പറക്കുക. ഇവരുടെ ഒറ്റ ഒരു ദുഃഖം എന്തുവാ? അവൾ പറഞ്ഞേ കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കൻ എവിടെ പിടിക്കേണ്ടി വരും? കാലെ പിടിക്കേണ്ടി വരും. പറഞ്ഞു പറഞ്ഞേ ഇത്രയും ഒരു മനുഷ്യനെ ചെയ്യാമെങ്കിൽ ദൈവം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രോമിസസ് തന്നിട്ടുണ്ടോ? പക്ഷെ വരുന്ന പ്രോബ്ലം, യു നോ ദ ഡേഞ്ചർ. വായിച്ച് പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം, എക്സോഡസ് ചാപ്റ്റർ 3, ചാപ്റ്റർ 4 വേഴ്സ് 14. അതിന്റെ 11 തൊട്ട് 14. മനുഷ്യന് വായി കൊടുത്തതാ അല്ല, ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാ യഹോവയായ ഞാനല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും എന്നരുളി ചെയ്തു. എന്നാൽ അവൻ, കർത്താവേ, നിനക്ക് ബോധിച്ച മറ്റാരെയെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. യഹോവയുടെ കോപം, English learning, and the anger of the Lord was kindled against Moses. You know why? What's the reason? നിനക്ക് ചെയ്യാൻ കഴിയത്തില്ല, ഫൈൻ, പക്ഷെ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞേക്കല്ലേ. ഒരു മോശ പറഞ്ഞതാ, കർത്താവേ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഫൈൻ, നിന്നെ കൊണ്ട് കഴിയത്തില്ലയോ? ബട്ട് ഡോണ്ട് സേ ദാറ്റ് ഐ cannot do. You cannot do it, fine. But if you say that I can't do it, then you are playing with fire. സംഭവിച്ചത് എന്തുവാ? ദൈവം മോശയ്ക്ക് ആരോനെ കൊടുത്തു. അനുഭവിക്കേണ്ടി വന്നോ? നമ്മൾ ചിലപ്പം കൂടുതലായി ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാതെ സ്വന്തം നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറ അനുഭവിക്കും. ബിക്കോസ് വാട്ട് ആർ യു സെയിങ്? ദൈവമേ, നിന്നെ കൊണ്ടും കഴിയത്തില്ല. അതുകൊണ്ടാ അബ്രഹാമിന് ദൈവം ഇഷ്മായേൽ പറഞ്ഞ ഒരു സംഗതി കൈ കൊടുത്തത്. ഞാൻ നിന്നോട് പറഞ്ഞതാണോ? Did I tell you I'll make of thee a great nation? Yes. I will bless thee. I'll bless them that bless thee. നീയും സാറാ ചെന്ന് ഒരു ഇഷ്മായേലിനെ ഉണ്ടാക്കിയോ? പിടിച്ചോളാൻ പറഞ്ഞു. ഇന്നുവരെ അനുഭവിക്കുന്നുണ്ടോ? ദൈവം ഈ വാഗ്ദാനം തന്നത് അവനെ കൊണ്ട് കഴിയും, അതുകൊണ്ടാണ് തന്നത്. But then if I don't believe in these promises, then I'll only end up with regrets and regrets. ആ ഇസ്രായേൽ മക്കൾ, യാക്കോബ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കാതെ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചു. അനുഭവിക്കേണ്ടി വന്നോ? റബേക്ക ഇല്ലയോ യാക്കോബിനെ സഹായിച്ചത്? പിന്നെ ജീവിതത്തിൽ പിന്നെ യാക്കോബിനെ പിന്നെ കണ്ടിട്ടുമില്ല. ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ട്രസ്റ്റ് ഹിം. ഡോണ്ട് ട്രൈ ടു ഡു എനിത്തിങ് ഓൺ യുവർ ഓൺ. യു വിൽ എൻഡ് അപ്പ് വിത്ത് എ മെസ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 1 യോഹന്നാൻ 2:25 കുറെ വാക്യങ്ങൾ വായിക്കാം. 1 John 2:22, 2:25. 1 John 2:25. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. And this is the promise that he hath promised us, even eternal life. വാഗ്ദത്തം തന്നിട്ടുണ്ടോ? യോഹന്നാൻ 5:24, John 5:24. Yeah.
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. Verily, verily, I say unto you, he that heareth my word and believeth on him that sent me hath everlasting life, and shall not come into judgment, but is passed from death unto life. നിത്യജീവനുണ്ടോ? ഉറപ്പാ? ആ പിന്നെ എന്തിനാ മരണത്തെ പേടി? പിന്നെ എന്താ ആയുസ് നീട്ടി തരണമെന്ന് പ്രാർത്ഥിക്കുന്നത്? ഒരു നീണ്ട ആയുസ് വേണമെന്ന്. ഒരു ചെറിയ അസുഖം വരുമ്പോഴേ എന്താ ചെയ്യാൻ? രോഗം. Has God promised eternal life? And why are we so afraid of death? ഇന്ന് വിശ്വാസികൾ കണ്ട അവിശ്വാസിക്കാട്ടും കഷ്ടമാണ്. ഇത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മുടെ കഴുത്തേലൊന്നും കേട്ടിട്ടില്ല, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാ സർക്കസും ചെയ്യുന്നുണ്ട്. നിത്യജീവനാ നമുക്ക് വാഗ്ദത്തം ചെയ്തത്. മരിച്ചാലും ജീവിക്കും. ഉറപ്പാണ്? നെക്സ്റ്റ് ആക്ട് 16:30-31. അപ്പോസ്തല പ്രവൃത്തി 16:30-31. നമ്പർ 2, the promise of salvation. 16:30-31. അവരെ പുറത്ത് കൊണ്ടുവന്നു. യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവ് യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. നീ എന്താ ചെയ്യണം? കർത്താവ് യേശുവിൽ വിശ്വസിക്കാം. നീ വിശ്വസിച്ചാൽ മതി. Believe on the Lord Jesus Christ and thou shalt be. Are we saved? Yes or no? Yes. Sure? Yes. റോമർ 10:9. Romans 10:9. യേശുവിന് കർത്താവെന്ന് വായു കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. 13. കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. That if thou shalt confess with thy mouth the Lord Jesus and shalt believe in thine heart that God hath raised him from the dead, thou shalt be saved. Verse 13. For whosoever shall call upon the name of the Lord shall be. Are we saved? Yes. Sure? Yes. Then why are we worried then? പിന്നെ എന്താ ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? ഭാരപ്പെടുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ. 2 + 2 4. ഭാരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസമല്ല. ഐ ആം നോട്ട് സിമ്പിൾ. അതിന് വേറെ ടെക്നിക്കലായി വേറെ അതിൽ ബൈപ്പാസ് ഒന്നും നോക്കാൻ പോകണ്ട. നീ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. പക്ഷെ നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തയും എല്ലാം കണ്ടാൽ രക്ഷ അനുഭവം കിട്ടിയിട്ടുണ്ടോ? ടെക്നിക്കലി പറയുന്നുണ്ട്, പക്ഷെ യാഥാർത്ഥ്യത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതം നമ്മൾ പറയുന്നുണ്ട് വിശ്വാസി, പക്ഷെ എന്തോ ഇല്ല, രക്ഷയുടെ അനുഭവം ഇല്ല. പിന്നെ നമുക്കൊരു എക്സ്ക്യൂസ് ഉണ്ട്, അത് ബലഹീനതയാ, വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുക. ഇത് വിശ്വാസത്തിൻ്റെ ക്ഷീണമല്ല, ഇത് മാനസാന്തരപ്പെട്ടിട്ടില്ലെന്ന്. കാരണം കർത്താവ് പറഞ്ഞാൽ നീ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ പ്ലെയിനിൽ പോകാൻ ടിക്കറ്റ് ഉണ്ട്, ഒരു ബോർഡിംഗ് പാസ് ഇല്ലയോ? ആ ചെറിയ കടലാസ് വെച്ചോണ്ടില്ലയോ നമ്മൾ കയറുന്നത്? അല്ലെങ്കിൽ നമ്മുടെ പേര് എഴുതിയിട്ടുള്ളൂ. എന്തോ ധൈര്യത്തിലാണ് എയർപോർട്ടിൽ പോകുന്നത്. നമ്മൾ എല്ലാ ദിവസവും പോയി എയർപോർട്ടിൽ പോയി ചെക്ക് ചെയ്യും. നോ, ഡേ ആഫ്റ്റർ ടുമോറോ യു ഹാവ് ടു ഗോ. Are you checking every day with the airlines that no. Are you sure that the seat is there? Or what will you do? മറ്റന്നാ ചെന്നാൽ ആ കാർഡ് എന്തെങ്കിലും കാണിക്കും. എന്നാ ധൈര്യം, നിങ്ങൾക്ക് ഇത്ര ധൈര്യമുണ്ടോ? കയ്യിലെന്തുണ്ട്? ബോർഡിംഗ് പാസ് ഉണ്ട്. എത്ര കടലാസാ? അതിൻ്റെ പുറേ റൂൾസ് ആൻഡ് കണ്ടീഷൻസും ഉണ്ട്. ചിലപ്പോൾ ഇന്ന് മഞ്ഞ് പെയ്താൽ ഇൻഷുറൻസും ഉണ്ടല്ലോ. ഞാനും ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിൻ്റെ താഴെ ഉണ്ട് ഇൻഷുറൻസ് കവറേജ് എടുക്കും. ബൈ ചാൻസ് ഒരു $20 അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ബൈ ചാൻസ് ഫ്ലൈറ്റ് വല്ലതും ഡിലേ ആയാൽ എയർലൈൻസ് എന്തോ ചെയ്യും? ഞാൻ ആ $20 രക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയും നോ, എനിക്ക് ആരുടെയും വിശ്വാസമാണ് ദൈവത്തിൽ, എനിക്ക് ഒരു ഇൻഷുറൻസും വേണ്ട. ഞാൻ ഈ അമേരിക്കയെല്ലാം പറയുന്നത് എനിക്കൊരു ഇൻഷുറൻസ് ഇല്ല. ക്യാൻ യു ലുക്ക് അറ്റ് മീ? ഒരു കടലാസിൻ്റെ തുമ്പ് വെച്ചുകൊണ്ട്
ധൈര്യത്തോട് എയർപോർട്ടിൽ പോകും. ഈ 66 പുസ്തകം കൈ വെച്ചവന് എന്തോ ഇല്ല. ഞാൻ ഈ പുസ്തകം എടുത്തോണ്ട് വീട്ടിൽ ഇരിക്കുക. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് മൈ ബോർഡിംഗ് പാസ്. ഇസ് ഇറ്റ് ട്രൂ? ഇസ് ഇറ്റ് മൈ ബോർഡിംഗ് പാസ്? പക്ഷെ ഞാൻ ബോർഡിംഗ് പാസ് വെച്ചോണ്ട് എവിടെ ഇരിക്കുക? എന്തിനാ? എയർലൈൻകാർ വീട്ടിൽ വരണം. ഇവിടെ നിന്ന് എന്നെ പൊക്കിക്കൊണ്ട് പോയാൽ നാം പോവാം. അല്ല, ബോർഡിംഗ് പാസ് കൊണ്ട് എൻ്റെ കാര്യം നടക്കത്തില്ല. അതുപോലെ ഇന്ന് വിശ്വാസി, നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം പറഞ്ഞിട്ടുണ്ടോ? ആർ വി സേവ്ഡ്? Can I accept it? But that's the hardest thing. പിന്നെ രോഗം കണ്ട പിന്നെ വികാരം വിശ്വാസികൾ പറഞ്ഞ പോരാട്ടം, ബന്ധനം, പിന്നെ വിടുതൽക്കാര്. അതിൻ്റെ താഴെ വായിച്ചേ ആക്ട്സ് 10:43. പത്രോസ് അവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ പഠിപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണം. അപ്പോസ്തല പ്രവൃത്തി 10:43. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. To him give all the prophets witness that through his name whosoever believeth in him shall receive remission of sins. പ്ലസ് 3:19 അപ്പോസ്തല പ്രവൃത്തി 3:19 3:19. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. റെമിഷൻ ഓഫ് സിൻസ് എന്തിന്? പാപത്തിൽ നിന്ന് മാഞ്ഞു കിട്ടേണ്ടതിന് കിട്ടുന്നതിന് നമ്മൾ എന്തോ ചെയ്യാം? മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു. Repent therefore and be converted that your sins may be blotted out when the times of refreshing shall come and from the presence of the Lord. ഞാൻ മാനസാന്തരപ്പെട്ടാൽ ക്ഷമയുണ്ടോ? ഉറപ്പാണോ? പിന്നെ സാത്താൻ എൻ്റെ മനസ്സിൽ പണ്ടത്തെ ഏതെങ്കിലും വിഷയം കൊണ്ടാൽ ഞാൻ എന്തിനാ മുഹമ്പാടി പോകുന്നത്? ഉണ്ടല്ലോ, സാത്താൻ ഒരു ചിന്ത കൊണ്ടുവന്നാൽ മതിയല്ലോ. ജീവിതത്തിൽ ഒരു ചെറിയ വിഷയം വന്നാൽ മതി, ഉടനെ തന്നെ നമ്മുടെ ലൈറ്റ് അങ്ങ് ഓഫ് ആകുമോ? അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ആ തെറ്റിൻ്റെ ദൈവം ശിക്ഷ തന്നാ ഇല്ലേ? ഏതെങ്കിലും ജീവിതത്തിൽ വിഷയം ഉണ്ടായ ഉടനെ തന്നെ നമ്മൾ എന്താ പറയുന്നത്? കർത്താവേ എന്നെ ക്ഷമിക്കണമെന്നില്ലേ പറയുന്നത്? ഏതിനാ? പക്ഷെ നമുക്കുണ്ടല്ലോ, യോഗത്തിൽ വന്ന ആദ്യത്തെ പണി എന്തുവാ? കർത്താവെ രക്തത്താൽ എന്നെ എന്തോ ചെയ്യണം? കഴുകണം, ശുദ്ധീകരിക്കണം. എന്തോത്തിന്നാ? എനിക്കും അറിയത്തില്ല, പക്ഷെ ഞാൻ പറയുക എന്നെ ക്ഷമിക്കണം. ഏതിന്ന്? അതാ നമ്മുടെ പിള്ളേർ വീട്ടിൽ ചെന്നാൽ ഉടനെ തന്നെ മോൻ നിന്നുകൊണ്ട് പറഞ്ഞ പപ്പ ക്ഷമിക്കണം. എടാ പറയടാ, എന്തിനാ? അത് എനിക്കും അറിയത്തില്ല. ദേഷ്യം കയറുമോ? അതുപോലെ ഇല്ലേ നമ്മളും? ക്ഷമ ചോദിക്കുമ്പോൾ ഏത് വിഷയത്തിനാ നമുക്ക് തന്നെ ഒരു ബോധ്യം വേണ്ടായോ? ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതി തന്നിട്ടുണ്ടോ? ക്ഷമിച്ചോ? ഉറപ്പാ? അന്നേരം ഞാൻ വന്ന് പറയാ, സിസ്റ്റർ അത് അപ്പച്ചൻ്റെ അപ്പച്ചൻ വിശ്വാസിയല്ലായിരുന്നു, ആ ബന്ധനം കിടക്കുക, ആ പോരാട്ടം കിടക്കുക. വിശ്വസിക്കുമല്ലോ അത്? വചനത്തിൽ വിശ്വസിക്കത്തില്ല, പക്ഷെ പാസ്റ്റർമാർ അല്ലെ ആരെങ്കിലും വന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി, നിന്റെ തലമുറയുടെ ശാപം ഉണ്ടല്ലോ. അങ്ങനെ ജനറേഷണൽ ഉണ്ടോ? നിങ്ങൾ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നില്ലേ? അപ്പച്ചന്മാരെല്ലാം എന്തുമായിരുന്നു? ഹിന്ദുക്കളായിരുന്നു. അതിൻ്റെ ശാപം കിടപ്പുണ്ട്. യെസ്, there is a curse in your life. Yeah, your forefathers were not believers, so there is a curse. Will you accept it? No? Yes. You will not accept it? Simple. Why I don't accept? The book in my hand says, if I repent of my sins, if I accept Lord as my Savior, He has forgiven all my sins. Now no matter what happens, He has blotted all those sins. ഇനി ഒരു പാപം ദൈവം എന്തോ ചെയ്യുന്നില്ല? ഓർക്കുന്നില്ല. That's what He has. If He has said it, does He mean it? Yes. But the problem is, I don't accept what He means. അതിനൊരു സിമ്പിൾ എക്സാമ്പിൾ, യോസഫിൻ്റെ ചേട്ടന്മാരെല്ലാം അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കറിയാൻ തുടങ്ങി. അവരെന്തോ ഓർക്കുന്നേ? ഉപദ്രവിക്കാൻ തുടങ്ങും. യോസഫ് അറിയാൻ തുടങ്ങി. Is it true? Can you just trust me?
That's why when I start nurturing thoughts like this, it hurts that relationship. ദൈവമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കുന്നതിൻ്റെ കാരണം ദൈവം ഇതെല്ലാം കൈ തന്നിട്ടും എനിക്ക് എന്തോ ഇല്ല, വിശ്വാസമില്ല. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന്. വായിച്ചേ John 10:28-30. John 10. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോവുകയില്ല, ആരും അവയെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല. My Father who gave them to me is greater than all, and no man is able to pluck them out of my Father's hand. 28. And I give unto them eternal life, and they shall never perish, neither shall any man pluck them out of my hand. അതുകൂടാതെ റോമർ 8:1. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 38-39. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. For I am persuaded that neither death nor life nor angels nor principalities nor powers nor things present nor things to come nor height nor depth nor any other creation shall be able to separate us from the love of God which is in Christ Jesus our Lord. Are we safe? Yes. Secure? Yes. Maranam vannalum are we safe? Yes. 1 Peter 5:7. 1 Petros 5:9. 5:7. 1 Peter 5:7. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നമ്മുടെ സകല ചിന്താകുലവും നമുക്കിടാമോ? സിസ്റ്ററിന് ഡയാലിസിസാ എനിക്കറിയാം എല്ലാ ദിവസവും അല്ലേ? അച്ചുയുടെ വിഷയമോ ഇടാമോ? ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഞാനില്ലേ അമ്മ, എനിക്കാ ഭാരം. ഞാൻ അവനെ എന്താ ചെയ്തേ? നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നമ്മുടെ ജീവിതം എത്ര സന്തോഷത്തോടെ 100ന്റെ സ്പീഡിൽ അടിച്ചു വിട്ടങ്ങ് പോകാം. പക്ഷെ എല്ലാ 5 മൈൽ കഴിയുമ്പോൾ ഞാൻ വണ്ടി നിർത്തി അതിൻ്റെ ടയർ നോക്കുന്നുണ്ട്, അതിൽ വല്ല ആണി കയറിയിട്ടുണ്ട്. ഞാൻ എവിടെ എത്തിയേനെ? പക്ഷെ അന്നേരം ഞാൻ പറയും പ്രസാദ് എവിടെ റബ്ബർ ഇല്ലയോ? ആർക്കറിയാം ഇതിൽ എന്തോ കയറിയിട്ടുണ്ട്, ആണി കയറിയിട്ടുണ്ടോ? ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചുകൊണ്ട് ആ ടയറിൻ്റെ ഇടയ്ക്ക് കയറിയ ചെറിയ ചെറിയ കല്ലെല്ലാം മാറ്റുക. എപ്പോഴെങ്കിലും എത്തുമോ അവിടെ? അതുപോലെ നമ്മൾ അവിശ്വാസികൾക്ക് നമ്മളെക്കാട്ടും കൂടുതൽ എന്തുകൊണ്ട് വിശ്വാസമുണ്ട്. അതിൻ്റെ താഴെ എബ്രായർ 13:5, Hebrews 13:5. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. Let your manner of life be without covetousness, and be content with such things as he hath, for he hath said, I will never leave thee nor forsake thee. Then മത്തായി 28:20 ഞാൻ വായിപ്പിക്കുന്ന അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും വായിക്കാം. Matthew 28:20. മനുഷ്യൻ പറഞ്ഞ വാക്കിൽ ആശ്രയില്ലെങ്കിൽ വചനത്തിൽ ഒന്ന് വിശ്വസിക്കാം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. പറഞ്ഞിട്ടുണ്ടോ? ഫിലിപ്പിയർ 4:19. Philippians 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു. But my God shall supply all your need, not all that you want, all your needs according to his riches in glory by Christ Jesus. ഭാരപ്പെടണോ? സങ്കീർത്തനം 23:1, Psalms 23:1. The Lord is my shepherd, എനിക്ക് മുട്ടുണ്ടാകില്ല. I shall not
1. Philippians 4:13. Philippians 4:13. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. I can do all things through Christ who strengtheneth me. 2 Corinthians 12:9 and 10. 12:9 and 10. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. And he said unto me, My grace is sufficient for thee. My strength is made perfect in weakness. Most gladly, therefore, shall I rather glory in my infirmities, that the power of Christ may rest upon me. Therefore I take pleasure in infirmities, in reproaches, in necessities, in persecutions, in distresses, for Christ's sake. For when I am weak, then am I strong. Here it says, My grace is sufficient. പാടാറുമുണ്ടല്ലോ. എന്നാലും എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുക, കർത്താവെ കൃപ വേണം, കൃപ വേണം, കൃപ വേണം. ദൈവം പറയുന്നത് എൻ്റെ കൃപ നിനക്ക് ഇഷ്ടംപോലെ കൃപ തന്നിട്ടുണ്ടോ, പിന്നെ എന്തിനാ കൃപ ചോദിക്കുന്നത്? കൃപ ചോദിച്ചാൽ കിട്ടുന്ന സാധനമല്ല. കൃപ പറഞ്ഞ അൺമെറിറ്റഡ് ഫേവർ ദാറ്റ് ഈസ് ഇൻ അബണ്ടൻസ്. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ കൃപ കൂടത്തില്ല. കൃപ എന്തോ ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ പ്രാർത്ഥന എന്തുവാ? കർത്താവെ കൃപ, 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 കൃപ. കൃപ ഉള്ളതുകൊണ്ടില്ല ജീവനോട് ഇരിക്കുന്നത്. പക്ഷെ എന്തുവാ ചോദിക്കുന്നത്? നമ്മുടെ വായിൽ ഒരു ചൊല്ലൽ കയറിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം എന്തുവാ നമുക്ക് തന്നെ അറിയുന്നില്ല. എന്തെങ്കിലും ചൊല്ലിക്കൊണ്ടിരിക്കണ്ടായോ? അതുകൊണ്ട് എന്തോ ചെയ്തോണ്ടിരിക്കും? ഗ്രേസ് ഇസ് ഓൾറെഡി there. What are we supposed to do is, കർത്താവെ നിന്റെ കൃപയ്ക്കായി സ്തോത്രം. അതാ പറയേണ്ടത്. കർത്താവെ കൃപ തരണമെന്നല്ല, കൃപ ഓൾറെഡി തന്നതാ. താവേ നിന്റെ കൃപയ്ക്കായി താങ്ക് യു ലോർഡ് ഫോർ യുവർ ഗ്രേസ്, ബിക്കോസ് ഹിസ് സ്ക്രിപ്ചർ സേസ് ഗ്രേസ് ഇസ് ഗിവൻ ഇൻ അബണ്ടൻസ്. നമ്മൾ ചോദിക്കുമ്പോൾ കിട്ടുന്നതല്ല കൃപ, ചോദിക്കാതെ തന്നെ ഇഷ്ടം പോലെ തന്നുകൊണ്ടാ നമ്മൾ ഇന്നും ഈ നിമിഷം വരെ എത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഐസയ 41:10. ഐസയ 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. 13. യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. Fear thou not, for I am with thee. Be not dismayed, for I am thy God. I will strengthen thee. Yea, I will help thee. Yea, I will uphold thee with the right hand of my righteousness. 13. For I, the Lord thy God, will hold thy right hand, saying unto thee, Fear not, I will help thee. ഇത്രയും വാഗ്ദാനങ്ങളെല്ലാം ഉള്ളപ്പം ഈ സാത്താൻ അതേ നമ്മുടെ അടുത്ത് വരുമ്പോൾ പിശാചെ പറഞ്ഞുകൊണ്ട് അലക്കണം. പിന്നെ നമുക്കെന്താ ഇത്ര പേടി? നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെല്ലാം എന്തോ ചെയ്യും? നമുക്ക് വാക്കുകളുണ്ട്, ബന്ധിക്കുന്നു, തകർക്കുന്നു, പിന്നെ എന്തുവാ ഫൽസിക്കുന്നു, എല്ലാം വാ വെച്ചോണ്ടാ. ഇത്രയും പേടി എന്താ? കാരണം എനിക്ക് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ പുറത്ത് എന്തോ ഇല്ല, വിശ്വാസമില്ല. One last verse, 1 John 1:9. Then we'll close prayer. 1 John 1:9. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആണോ? If we confess our sins, he is faithful and just to forgive us our sins and to cleanse us from all righteousness. Is he faithful? Yes. ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങൾ വന്നാലും വിശ്വസ്തനാണ്. അതുകൊണ്ടില്ലയോ 1 പത്രോസ് 4:19 ഒന്ന് വായിച്ചേ. 1 Peter 4:19. നീതിമാൻ പ്രയാസങ്ങൾ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ.
Therefore, let them that suffer according to the will of God commit the keeping of their soul to Him in well-doing as unto a faithful Creator. വിശ്വസ്തനാണോ? ഈ നിമിഷം വരെ വിശ്വസ്തനായി നടത്തിയോ? നടത്താൻ കഴിയുമോ? മാർപ്പണ്ടി ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത് സാത്താനെ എതിർക്കുവാൻ, എതിർത്ത് നിൽപ്പീൻ. അന്നേരം അവൻ എന്തോ ചെയ്യും? സോ ഇവിടെ നമ്മൾ നോക്കുന്ന ഈ യുഗത്തിൽ ദൈവം വാഗ്ദാനങ്ങൾ കൊടുത്തെങ്കിലും നടക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ബട്ട് നമ്മളെ തന്നെ ഒന്ന് നോക്കിയേ. ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നുണ്ട്, ഒരു വാക്യോടെ വായിച്ചിട്ട് എക്സോഡസ് 19 verse 4. 19 ഇസ്രായേലിനോട് ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചെറുകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. നിങ്ങൾ കണ്ടുവല്ലോ. നമ്മുടെ ജീവിതത്തിലും ഈ പ്രമാണത്തിൻ്റെ യുഗം അവസാനിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ സീനായ് മലയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറയുന്ന വാക്കാ, യീ ഹാവ് സീൻ വാട്ട് ഐ ഡിഡ് അൺടു ദ ഈജിപ്ഷ്യൻസ്. തുടങ്ങിയപ്പം വാഗ്ദത്തം കൊടുത്തതാ ഇല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കിയേ. അബ്രഹാം അപ്പച്ചൻ ഊരിന്ന് തിരിച്ചപ്പം ഒരു വ്യക്തിയാ. കനാനി വന്നു. കനാനിന്ന് ഒരു യോസഫ് അടിമയായി എങ്ങോട്ട് പോയി? മിസ്രൈമിൽ പോയപ്പം ഒരു യോസഫിന്റെ പുറകെ 70 പേരാ പോയെ. ആ മിസ്രൈമിൽ നിന്ന് ഇറക്കി വന്നപ്പോൾ എത്ര പേരാ? 3 million. പോയത് എത്ര പേരാ? 70. തിരിച്ചിറങ്ങിയപ്പം അതിൽ എത്ര പിള്ളേരെ നീൽ നദിക്കകത്ത് കളഞ്ഞു. എന്നിട്ടും എത്ര? ഒരു വലിയ സൈന്യം. യോർദാൻ നദിയുടെ അടുത്ത് ഒരു സൈന്യം വന്നിപ്പുണ്ടോ? ഇവരുടെ അപ്പച്ചൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയുമായിരുന്നു? ക്യാൻ യു ഇമാജിൻ? ഊരിൽ നിന്ന് തിരിച്ചപ്പം വാഗ്ദാനങ്ങൾ കൊടുത്തു. യോർദാൻ്റെ കരയിൽ നിൽക്കുമ്പോൾ, അല്ലെ സീനായിൽ വന്ന് നിൽക്കുമ്പോൾ പറഞ്ഞതെല്ലാം ചെയ്തോ? ഒരു ബിലയാം ശപിക്കാൻ വന്നെങ്കിലും അവൻ്റെ വായന എന്തോ വന്നു? ഈ ഇസ്രായേൽ മക്കളെ ദൈവം തിരഞ്ഞെടുത്തത് എന്തിന്? നമ്മളോട് പറയുക, സംസാരിക്കുക. അവരോട് അത്രയും ചെയ്തെങ്കിൽ നമ്മളോടോ ചെയ്തില്ലയോ? ഓൾ ദാറ്റ് ഗോഡ് വാണ്ട്സ് ഈസ് ദാറ്റ് ഫെയ്ത്ത്. സോ നമ്മൾ ഈ പഠിക്കുന്ന വചനം നമുക്ക് ന്യായവിധിയാവല്ലേ? ഇത്രയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും വചനം തന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ, അതുകൊണ്ടാണ് ദൈവം ആരെ അനുവദിക്കുന്നത്? സാത്താനെ അനുവദിക്കുന്നത്. ഒന്ന് പറഞ്ഞു നോക്കും. നമുക്ക് ദൈവത്തിൻ്റെ ശബ്ദത്തിൽ വിശ്വാസമില്ല, പക്ഷെ ആരുടെ? നാളെ പ്രസാദ് ബ്രദർ 3 മണിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വിഷയം അകത്ത് കയറുമോ? എളുപ്പം കയറും. പക്ഷെ വചനത്തിൽ എഴുതി തന്നത് അതൊന്നും, മറ്റവർ പറഞ്ഞത് നമുക്ക് ഉടനെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ എഴുതി തന്നത്, കാരണം ഈ വചനം ഞാൻ ഏറ്റെടുത്തിട്ടില്ല. ഞാൻ ആ വചനം ഏറ്റെടുക്കുന്നതിൻ്റെ അർത്ഥം ഐ ഷുഡ് അക്സെപ്റ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ് വിതൗട്ട് എനി കണ്ടീഷൻസ്. പ്രോബ്ലം വരുന്നത് നമ്മൾ ദൈവത്തിന് മുമ്പ് എന്തോ വെക്കുന്നുണ്ട്? കണ്ടീഷൻ വെക്കുന്നുണ്ട്. ഈ വചനം അകത്ത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരെ കണ്ടാൽ അവർക്ക് അന്ന് വേറെ ഏതാണ്ട് ഐസ്ക്രീം ചോദിച്ചതാ, പക്ഷെ നമ്മൾ പരിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അവൻ തിന്നുന്ന ആ രീതി കണ്ടിട്ടുണ്ടോ? അവൻ മനസ്സില്ലെങ്കിൽ അവൻ തിന്നുന്ന കണ്ടിട്ടുണ്ടോ? അവൻ്റെ ആ തീറ്റി കണ്ടാൽ നമുക്ക് തന്നെ തിന്നാൻ തോന്നത്തില്ല. അങ്ങനെ തിന്നാൽ വല്ല പ്രയോജനമുണ്ടോ? പറഞ്ഞോട്ടെ. സെയിം അതുപോലെ തന്നെ ഞാൻ ഈ വചനം ഭക്ഷിക്കുമ്പോൾ അത് എനിക്ക് വേണ്ടി എൻ്റെ പിതാവ് തന്ന നല്ല ആഹാരം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ, നമുക്കിത് എന്തുവാ, ബിറ്റർ ഗാർഡ്സിനെ എന്തുവാ പറയുന്നത്? പാവയ്ക്ക. ശരീരത്തിന് നല്ലതില്ലേ? പക്ഷെ എന്തുവല്ല രുചി, കയ്പ. അതുപോലെ ഇത് ഞാനത് എൻ്റെ ശരീരത്തിന് നല്ലതാ, അതിൻ്റെ പ്രോട്ടീൻസും വിറ്റാമിൻസും അതിൻ്റെ ലിസ്റ്റ് അങ്ങ് പറഞ്ഞാൽ എത്ര കയ്പാണെങ്കിലും നമ്മൾ എന്തു ചെയ്യും? ഈ ഡോക്ടർ തന്നെ ഗുളികൾ എല്ലാം നല്ല രുചിയാണോ? ചവയ്ക്കാൻ ഒക്കുമോ? നമ്മളെങ്ങനെ ഗുളി കഴിക്കുന്നത്? മിഠായി വായ വെച്ചോണ്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കിയില്ലയോ? ഇതെന്താ ഇവിടെ കുറച്ച് നേരം ടേസ്റ്റ് നോക്കി ചെയ്യാത്തത്? ഹൗ ഡു യു ടേക്ക് എ ടാബ്ലറ്റ്? യു swallow it, but you don't swallow candies. Why? Sweet. What happens to it? I go, why are you just swallowing it? The doctor said it's good for my health. That's why I am swallowing.
Okay, this is what the good doctor has given us. It will have no after effects. Is it true? Yes. It's the strongest antibiotic. Yes. Can I accept it? My life can be a blessing. Can we just pray? Hallelujah. പ്രാർത്ഥിക്കാം. നമ്മുടെ കയ്യിൽ നല്ല ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്. Hallelujah. അതിന് മെഴുങ്ങാൻ ശ്രമിക്കണ്ട, അതിന്റെ രുചിയൊന്ന് നോക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വാഗ്ദാനങ്ങളാണ് നമ്മുടെ കൈ തന്നേക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വിഷയങ്ങളുണ്ട്. ജസ്റ്റ് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ക്യാൻ ഐ അക്സെപ്റ്റ്? നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ എത്ര വിഷയങ്ങളുണ്ട്. എത്ര കർത്താവിൻ്റെ ദാസന്മാരും വിശ്വാസികളുടെ എത്ര കാര്യങ്ങളുണ്ട്. ലോകം മുഴുവൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ഇറ്റ്സ് ഓൾ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിൻ്റെ കൃപ. ചിന്തകൾ വന്നിട്ടുണ്ട്, പക്ഷെ കർത്താവ് ഈ നിമിഷം വരെ നടത്തി. ചെയ്തത് വേറെ ഒന്നുമല്ല, അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ വിശ്വസ്തൻ. അബ്രാമിനോട് പറഞ്ഞു, ഐ വിൽ, ഐ വിൽ, ഐ വിൽ. ഐ ഷാൽ അല്ല, ഐ വിൽ. നമുക്ക് ഇസ്രായേൽ മക്കളെ ഒന്ന് നോക്കാം. ഫറവോൻ എന്തൊക്കെ പറഞ്ഞു? ഫറവോനല്ലയോ അബ്രാമിന്റെ ഭാര്യയെ കൊണ്ടുപോയത്? എന്തൊക്കെ നടന്നു? ഈ വാഗ്ദാന യുഗത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട്. ദൈവം വിശ്വസ്തനായി നടത്തി. ആ ദൈവം ഇന്ന് വരെ മാറിയിട്ടില്ല. ഇന്ന് വരെ, ഈ നിമിഷം വരെ മാറിയിട്ടില്ല. ഓ മാറാത്തവൻ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വചനത്തിനായി സ്തോത്രം, നിന്റെ വാഗ്ദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഈ വചനം അങ്ങനെ തന്നെ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. നീയാ ഞങ്ങളുടെ ബലം. കർത്താവേ, ഒരു വിഷയത്തിലും ഭാരപ്പെടാതെ സന്തോഷത്തോടെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. എല്ലാ മാനമഹത്വം നിനക്ക് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ.